എന്താണ് ബ്ലോക്ക് ചെയിൻ, എന്തുകൊണ്ടാണ് അത് ഇത്രയും ഇമ്പോർട്ടൻസ്, അതുപോലെ തന്നെ ബ്ലോക്ക് ചെയിൻ എങ്ങനെ വർക്ക് ചെയ്യുന്നു, ആർക്കൊക്കെ എങ്ങനെയൊക്കെ അത് ഉപയോഗിക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ നോക്കാനായിട്ട് പോകുന്നത്. വെൽക്കം ടു കോഡ്സ് മലയാളം യൂട്യൂബ് ചാനൽ. മിക്ക ആളുകളും ബ്ലോക്ക് ചെയിൻ, ബിറ്റ് കോയിൻ, ക്രിപ്റ്റോ കറൻസി ഇതിനെക്കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ടാവും. പക്ഷേ ബ്ലോക്ക് ചെയിൻ എന്ന് പറയുന്നത് ആക്ച്വലി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഒരു ടെക്നോളജിയാണ്. ബ്ലോക്ക് ചെയിൻ ബേസിക്കലി ഒരു ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ലെഡ്ജർ പോലെയാണ്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്പനിയെയോ ഒരു അതോറിറ്റിയെയോ ആവശ്യമില്ലാതെ ഒരു റെക്കോർഡ് കീപ്പിംഗ് സിസ്റ്റമാണ് എന്ന് പറയുന്നത് ബ്ലോക്ക് ചെയിൻ എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിലുള്ള ഓരോ പണമിടപാടുകളും നിയന്ത്രിക്കുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. എന്നാൽ ഓരോ ട്രാൻസാക്ഷനും ലോകത്തുള്ള ആയിരക്കണക്കിന് കമ്പ്യൂട്ടറുകൾ രേഖപ്പെടുത്തുന്നു എന്നതാണ് ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയുടെ പ്രത്യേകത. അതിനെ ഫേക്ക് ചെയ്യാനോ എന്തെങ്കിലും ചേഞ്ചസ് വരുത്താനോ ആർക്കും തന്നെ സാധിക്കില്ല. നിങ്ങളുടെ മെഡിക്കൽ റെക്കോർഡ്സ് എല്ലാം ഒരു ബ്ലോക്ക് ചെയിനകത്താണ് സ്റ്റോർ ചെയ്തു വെച്ചിരിക്കുന്നതെന്ന് സങ്കല്പിക്കുക. അങ്ങനെയാണെങ്കിൽ അത് ആർക്കും തന്നെ എഡിറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. നിങ്ങൾക്കും നിങ്ങൾ അധികാരം കൊടുത്തിട്ടുള്ള ആ ഒരു ഡോക്ടർക്കും മാത്രമേ അത് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കൂ. ബ്ലോക്ക് ചെയിൻ എങ്ങനെ വർക്ക് ചെയ്യുന്നു, ആർക്കൊക്കെ എങ്ങനെയൊക്കെ അത് ഉപയോഗിക്കാം എന്നുള്ള കാര്യങ്ങൾ ഇനി നമുക്ക് നോക്കാം. ഓരോ ബ്ലോക്കും ഒരു ഡിജിറ്റൽ കണ്ടെയ്നർ പോലെയാണ്. ഡാറ്റ ഹോൾഡ് ചെയ്യുന്നു. ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് പോലെ അതിന് ഹാഷ് എന്ന് വിളിക്കുന്ന ഒരു ഡിജിറ്റൽ ഫിംഗർ പ്രിന്റ് ഉണ്ട്. ഈ ഹാഷ് ഒരു സീല് പോലെയാണ്. ആരെങ്കിലും അതിലെ ഡാറ്റ ചേഞ്ച് ചെയ്യാൻ നോക്കി കഴിഞ്ഞാൽ അത് ബ്രേക്ക് ആകും. പിന്നെ ആർക്കും തന്നെ അത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാകും. ഇവിടെ ഓരോ ബ്ലോക്കും അതിന് മുമ്പുള്ള ഒന്നുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ടാകും. ഈ ഒരു കണക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആരെങ്കിലും അതിലൊരു ബ്ലോക്ക് ചേഞ്ച് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അതിൽ കണക്ട് ചെയ്തിട്ടുള്ള മുഴുവൻ ബ്ലോക്കും അദ്ദേഹം ചേഞ്ച് ചെയ്യേണ്ടതായിട്ട് വരും. ഈ ഒരു വലിയ നെറ്റ്വർക്കിൽ ഇത് വളരെയധികം ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു കമ്പ്യൂട്ടർ ഉണ്ടെങ്കിൽ ആർക്കും ബ്ലോക്ക് ചെയിൻ നെറ്റ്വർക്കിന്റെ ഭാഗമാകാനും ഓരോ ട്രാൻസാക്ഷനും വെരിഫൈ ചെയ്യാനും കഴിയും. വലിയ നെറ്റ്വർക്കിൽ പവർഫുൾ സിസ്റ്റമാണ് മെയിൻ വർക്ക് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും സ്മൂത്ത് ആയിട്ട് റൺ ചെയ്യാൻ ഇത് സഹായിക്കും. ഇങ്ങനെ ഒരുപാട് പേർ ഈ ഒരു നെറ്റ്വർക്കിന്റെ ഭാഗമാണെങ്കിൽ ഈ ഒരു സിസ്റ്റം സ്ലോ ഡൗൺ ആകുമോ? ബ്ലോക്ക് ചെയിൻ എങ്ങനെയാണ് ഈ ഒരു ചലഞ്ച് ഹാൻഡിൽ ചെയ്യുന്നതെന്ന് നോക്കാം. മുഴുവൻ കാര്യങ്ങളും ഹോണസ്റ്റ് ആയിട്ട് സൂക്ഷിക്കാൻ വേണ്ടി കൺസെൻസസ് മെക്കാനിസം ആണ് ബ്ലോക്ക് ചെയിൻ ഉപയോഗിക്കുന്നത്. നോഡുകൾ അല്ലെങ്കിൽ നെറ്റ്വർക്കിലെ കമ്പ്യൂട്ടറുകൾ ഏത് ട്രാൻസാക്ഷൻ ആണോ വാലിഡ് എന്ന് എഗ്രി ചെയ്യുന്നത് ആ ഒരു പ്രോസസ്സിനെയാണ് കൺസെൻസസ് മെക്കാനിസം എന്ന് വിളിക്കുന്നത്. പ്രൂഫ് ഓഫ് വർക്ക് ഇതൊരു ലോട്ടറി പോലെയാണ്. ബിറ്റ് കോയിൻ പോലെയുള്ള ബ്ലോക്ക് ചെയിൻ നെറ്റ്വർക്കുകളിൽ ഉപയോഗിക്കുന്ന ഒറിജിനൽ കൺസെൻസസ് മെക്കാനിസം ആണ് പ്രൂഫ് ഓഫ് വർക്ക്. ട്രാൻസാക്ഷൻസ് വാലിഡേറ്റ് ചെയ്യാനും പുതിയ ബ്ലോക്സ് ക്രിയേറ്റ് ചെയ്യാനും വേണ്ടി മൈനേഴ്സ് കോംപ്ലക്സ് മാത്തമാറ്റിക്കൽ പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണിത്. എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത് എന്ന് നോക്കാം. ഓരോ തവണയും ഒരു പുതിയ ട്രാൻസാക്ഷൻ ബ്ലോക്ക് ചെയിനിലേക്ക് ആഡ് ചെയ്യാൻ റെഡിയാകുമ്പോൾ മൈനേഴ്സ് ഒരു ക്രിപ്റ്റോഗ്രാഫിക് പസിൽ സോൾവ് ചെയ്യാൻ തുടങ്ങും. ഈ പസിൽ സോൾവ് ചെയ്യാൻ വളരെ ഡിഫിക്കൽട്ട് ആണ്. എന്നാൽ ഒരു സൊല്യൂഷൻ കണ്ടെത്തി കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് അത് വെരിഫൈ ചെയ്യാൻ വളരെ ഈസിയാണ്. ഈ സോൾവ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് മൈനിങ് എന്ന് വിളിക്കുന്നത്. പസിൽ സോൾവ് ചെയ്യുന്ന ആദ്യത്തെ മൈനറിന് ബ്ലോക്ക് ചെയിനിലേക്ക് പുതിയ ബ്ലോക്ക് ആഡ് ചെയ്യാനും അതുപോലെ തന്നെ ക്രിപ്റ്റോ കറൻസി, ബിറ്റ് കോയിൻ പോലുള്ള റിവാർഡ് നൽകാനും സാധിക്കും. പുതിയതായി ആഡ് ചെയ്ത ബ്ലോക്കിൽ ട്രാൻസാക്ഷൻ ഡാറ്റ അടങ്ങിയിട്ടുണ്ടാവും. ആ നെറ്റ്വർക്കിലുള്ള മറ്റു എല്ലാ പാർട്ടിസിപ്പൻസിനും ആ ഒരു സൊല്യൂഷൻ വെരിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. ഡാറ്റയിൽ കൃത്രിമത്വം കാണിക്കുന്നത് എക്സ്ട്രീംലി ഡിഫിക്കൽട്ട് ആക്കാൻ വേണ്ടിയാണ് പ്രൂഫ് ഓഫ് വർക്ക് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. എന്നാൽ ഇതിന്റെ ഒരു ഡൗൺ സൈഡ് എന്ന് പറയുന്നത് പ്രൂഫ് ഓഫ് വർക്ക് ചെയ്യാനായിട്ട് മാസീവ് കമ്പ്യൂട്ടേഷണൽ പവറും അതുപോലെ തന്നെ ഒരുപാട് ഇലക്ട്രിസിറ്റിയും അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഇത് വളരെയധികം കോസ്റ്റ്ലിയുമാണ്. അടുത്തതാണ് പ്രൂഫ് ഓഫ് സ്റ്റേക്ക്. പ്രൂഫ് ഓഫ് സ്റ്റേക്ക് അവതരിപ്പിച്ചത് പ്രൂഫ് ഓഫ് വർക്കിനേക്കാൾ കൂടുതൽ എനർജി എഫിഷ്യന്റ് ആയ ഒരു അൾട്ടർനേറ്റീവ് ആയിട്ടാണ്. പ്രൂഫ് ഓഫ് സ്റ്റേക്ക് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. വാലിഡേറ്റർമാരെ തിരഞ്ഞെടുക്കുന്നത് ഓരോരുത്തരും എത്ര ക്രിപ്റ്റോ കറൻസി ഹോൾഡ് ചെയ്തു വെച്ചിരിക്കുന്നു എന്ന് നോക്കിയാണ്. ഇവിടെ കൂടുതൽ ഹോൾഡ് ചെയ്തു കഴിഞ്ഞാൽ നെക്സ്റ്റ് ബ്ലോക്ക് വാലിഡേറ്റ് ചെയ്യാൻ സെലക്ട് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വാലിഡേറ്റർ ട്രാൻസാക്ഷൻ ചെക്ക് ചെയ്യുകയും നെക്സ്റ്റ് ബ്ലോക്ക് ക്രിയേറ്റ് ചെയ്ത് ബ്ലോക്ക് ചെയിനിലേക്ക് ആഡ് ചെയ്യുകയും ചെയ്യും. ഇനി വാലിഡേറ്റർ സക്സസ്ഫുള്ളി ബ്ലോക്ക് വാലിഡേറ്റ് ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് ട്രാൻസാക്ഷൻ ഫീ രൂപത്തിൽ ഒരു റിവാർഡ് ലഭിക്കും. ഇനി ഈ വാലിഡേറ്റർ ട്രാൻസാക്ഷൻ ആഡ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഫ്രോഡ് പരിപാടികൾ കാണിച്ചു കഴിഞ്ഞാൽ അവരുടെ ക്രിപ്റ്റോ കറൻസിയുടെ മുഴുവനോ അല്ലെങ്കിൽ അതിൽ നിന്നൊരു ഭാഗമോ ഒക്കെ നഷ്ടപ്പെടാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഇവിടെയുള്ള ഒരു പൊട്ടൻഷ്യൽ റിസ്ക് എന്ന് പറയുന്നത് കൂടുതൽ ക്രിപ്റ്റോ കറൻസി ഉള്ളവർ വാലിഡേറ്റർ ആയി സെലക്ട് ചെയ്യാൻ ഹയർ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അവർ കൂടുതൽ ഏർണിങ്സും കിട്ടും. അതുപോലെ തന്നെ കൂടുതൽ ഉള്ളവൻ
വീണ്ടും വീണ്ടും പണക്കാരനായി മാറുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അതായത് വീണ്ടും ഒരു സെൻട്രലൈസേഷൻ രീതിയിലേക്ക് മാറി വരും. പ്രൂഫ് ഓഫ് വർക്ക് ആൻഡ് പ്രൂഫ് ഓഫ് സ്റ്റേക്ക് രണ്ടിനും ഒരേ ലക്ഷ്യം തന്നെയാണ്. തട്ടിപ്പ് നടത്തുന്നത് എക്സ്പെൻസീവ് ആക്കി മാറ്റുക. അതുകൊണ്ട് ബ്ലോക്ക് ചെയിൻ വളരെ സെക്യൂർ ആണ്. പക്ഷെ അതുകൊണ്ട് വേറെ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യാൻ കഴിയുക? അതിൽപ്പെട്ടതാണ് സ്മാർട്ട് കോൺട്രാക്റ്റുകൾ. സ്മാർട്ട് കോൺട്രാക്ട്സ് ബ്ലോക്ക് ചെയിനിലുള്ള ഒരു ഡിജിറ്റൽ കോൺട്രാക്ട്സ് പോലെയാണ്. ചില കണ്ടീഷൻസ് മീറ്റ് ചെയ്താൽ അത് ഓട്ടോമാറ്റിക്കലി എക്സിക്യൂട്ട് ആകുന്ന രീതിയിലാണ് അതിന്റെ പ്രോഗ്രാം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു വെൻഡിങ് മെഷീൻ ആയിട്ട് കരുതുക. നിങ്ങൾ അതിൽ ക്യാഷ് അടച്ചു കഴിഞ്ഞാൽ അത് സ്വയം നമുക്ക് സ്നാക്സ് ഒക്കെ തരും. അവിടെ ഒരു മനുഷ്യന്റെ ആവശ്യം വരുന്നില്ല. നിങ്ങൾ സ്മാർട്ട് കോൺട്രാക്ട്സ് ഉപയോഗിച്ച് ഒരു വീട് വാങ്ങുകയാണെങ്കിൽ വേറെ ഒരു മിഡിൽമാന്റെയോ അല്ലെങ്കിൽ ഒരു അഡീഷണൽ വെരിഫിക്കേഷൻസോ ഒന്നും തന്നെ ആവശ്യമില്ല. പേയ്മെന്റ്സ് റിസീവ് ചെയ്താൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ആ ഒരു ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാം. ബ്ലോക്ക് ചെയിനിലെ സോളിഡിറ്റി പോലുള്ള ഹൈ ലെവൽ ലാംഗ്വേജസ് കോഡ് ചെയ്യാൻ അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കും സ്മാർട്ട് കോൺട്രാക്ട്സ് ഈസി ആയിട്ട് ക്രിയേറ്റ് ചെയ്യാം. പേയ്മെന്റ്സ്, ഡിജിറ്റൽ കണ്ടന്റ്, റോയാലിറ്റീസ് പോലുള്ള ടാസ്കുകൾ ഓട്ടോമേറ്റ് ചെയ്യാൻ ഇന്ന് പല കമ്പനീസും സ്മാർട്ട് കോൺട്രാക്ട്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഓട്ടോമേഷനും ട്രാൻസ്പെറൻസിയും ഉപയോഗിച്ച് സ്മാർട്ട് കോൺട്രാക്ട്സിന് ഇൻഡസ്ട്രിയിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കാനായിട്ട് സാധിക്കും. റിയൽ വേൾഡ് ആപ്ലിക്കേഷൻസിൽ എവിടെയൊക്കെയാണ് ബ്ലോക്ക് ചെയിൻ ടെക്നോളജി ഉപയോഗിച്ചിരിക്കുന്നതെന്ന് നോക്കാം. ബ്ലോക്ക് ചെയിന്റെ വാല്യൂ എന്ന് പറയുന്നത് ക്രിപ്റ്റോ കറൻസിയിൽ മാത്രമായിട്ട് ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല. യഥാർത്ഥത്തിൽ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത വിധത്തിൽ പല ഇൻഡസ്ട്രീസും ഇന്ന് ബ്ലോക്ക് ചെയിൻ ടെക്നോളജി യൂസ് ചെയ്യുന്നുണ്ട്. വാൾമാർട്ട് പോലുള്ള കമ്പനീസ് അവരുടെ പ്രൊഡക്റ്റിന്റെ ഫേമിൽ നിന്നും ഷെൽഫിലേക്കുള്ള ജേർണി ട്രാക്ക് ചെയ്യാൻ വേണ്ടി ബ്ലോക്ക് ചെയിൻ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഹോസ്പിറ്റലുകളിൽ പേഷ്യൻസിന്റെ റെക്കോർഡ്സ് സുരക്ഷിതമായിട്ട് ഷെയർ ചെയ്യാൻ ഇന്ന് ഹോസ്പിറ്റലുകൾ ബ്ലോക്ക് ചെയിൻ ടെക്നോളജി ഉപയോഗിച്ച് തുടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഓതറൈസ്ഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സിന് മാത്രമേ റെക്കോർഡ്സ് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കൂ. എമർജൻസി സിറ്റുവേഷൻസിൽ ഇത് വളരെയധികം അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. വോട്ടിങ്ങിൽ പോലും ബ്ലോക്ക് ചെയിൻ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഓരോ വോട്ടും കൃത്യമായി കൗണ്ട് ചെയ്ത് വെരിഫൈ ചെയ്യാം. ഇത്രയും അധികം വ്യത്യസ്തമായ കാര്യങ്ങൾ ബ്ലോക്ക് ചെയിൻ കൊണ്ട് ചെയ്യാൻ സാധിക്കുമെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് എല്ലാ മേഖലകളിലും സജീവമായിട്ട് ഇല്ലാത്തത്? എന്തെല്ലാം വെല്ലുവിളികളായിരിക്കും അത് നേരിടുന്നുണ്ടാവുക? ഓരോ ടെക്നോളജിയും പോലെ തന്നെ ബ്ലോക്ക് ചെയിനും അതിൻ്റെതായിട്ടുള്ള ലിമിറ്റേഷൻസ് ഉണ്ട്. പ്രൂഫ് ഓഫ് വർക്ക് ഉപയോഗിക്കുന്ന ചില ബ്ലോക്ക് ചെയിൻസ് മാസീവ് എമൗണ്ട് ഓഫ് ഇലക്ട്രിസിറ്റി കൺസ്യൂം ചെയ്യും. ബിറ്റ് കോയിൻ മൈൻ ചെയ്യുന്ന പ്രോസസ് കണ്ടിട്ടില്ലേ? വളരെയധികം കോസ്റ്റ്ലി ആണത്. ഇന്ന് ബ്ലോക്ക് ചെയിൻ മില്യൺസ് ഓഫ് യൂസേഴ്സിലേക്ക് എത്തിക്കുക എന്നത് ഒരു ബിഗ്ഗസ്റ്റ് ടെക്നിക്കൽ ചലഞ്ച് തന്നെയാണ്. എന്നാൽ ഇതിനു വേണ്ടി ഡെവലപ്പേഴ്സ് ബിൽഡ് ചെയ്ത പുതിയ സൊല്യൂഷൻ ആയിരുന്നു പ്രൂഫ് ഓഫ് സ്റ്റേക്ക്. ഇവിടെ വളരെ കുറഞ്ഞ അളവിൽ മാത്രം ഇലക്ട്രിസിറ്റി ഉപയോഗിച്ചാൽ മതി. അതുപോലെ തന്നെ ട്രാൻസാക്ഷൻസും വളരെയധികം ഫാസ്റ്റ് ആയിരിക്കും. അതുപോലെ തന്നെ ഇത് സ്കെയിൽ ചെയ്ത് കൂടുതൽ യൂസേഴ്സിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും എളുപ്പമാണ്. എന്നാൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ ഒരു സെൻട്രലൈസേഷൻ വരും. കൂടുതൽ ഹോൾഡ് ചെയ്യുന്നവർ ആരാണോ അവരായിരിക്കും വാലിഡേറ്റർ ആകാനുള്ള ചാൻസ് കൂടുതൽ. അതുമാത്രമല്ല, പ്രൂഫ് ഓഫ് സ്റ്റേക്ക് നെറ്റ്വർക്കിൽ കൂടുതൽ സെക്യൂരിറ്റി റിസ്ക് കൂടിയുണ്ട്. കണക്കുകൾ പ്രകാരം ഏതാണ്ട് 51% സൈബർ അറ്റാക്സിന് POS സാക്ഷിയായിട്ടുണ്ട്. എതേറിയം 2.0, ടെസോസ്, സൊളാന ഒക്കെയാണ് പോപ്പുലർ ആയിട്ടുള്ള ബ്ലോക്ക് ചെയിൻ നെറ്റ്വർക്കുകൾ. ബ്ലോക്ക് ചെയിൻ വിപ്ലവം തുടങ്ങിയിട്ടേ ഉള്ളൂ. അതിന്റെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് വളരെയധികം വലുതാണ്. ടെക് ഇൻഡസ്ട്രിയിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുമോ, അതോ ഇനിയും ഒരുപാട് വെല്ലുവിളികൾ നേരിടേണ്ടതായിട്ട് വരുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം.